ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എത്രങ്ങാനും കൊലപാതകങ്ങൾ നടന്നു ഈ MDMA കാരണം. കഞ്ചാവ് അടിച്ചിട്ടല്ല കേട്ടോ, ഞാൻ കഞ്ചാവിനെ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും MDMA താഴ്ത്തുമല്ല, രണ്ടും അപകടം തന്നെയാണ്. പക്ഷേ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ മനസ്സിലാക്കണം, കേരളത്തിൽ ഇന്നേവരെ ഒരു ഭൂമി കുലുക്കം വന്നിട്ടില്ലല്ലോ. കേരളത്തിൽ ശരിക്കും ഭൂമി കുലുക്കം വരേണ്ടത്, കാരണം അഹങ്കാരികളാണ് ഈ ഞാനടക്കട്ടോ. അപ്പോൾ ഭൂമി കുലുക്കം വന്നിട്ട് ഒന്ന് കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, താമസിയാതെ അതുണ്ടാവും, പ്രത്യേകിച്ച് വേറൊന്നും പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ സർക്കാർ, അതായത് കേരള ബീവറേജ് കോർപ്പറേഷന് 98 കോടി രൂപയാണ് ഈ ഒറ്റ മാസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെ അറിയോ? ഈ മാസത്തിന്റെ ഇടയ്ക്കാണല്ലോ, കഴിഞ്ഞ മാസമാണല്ലോ അപ്പോൾ ഈ വെട്ടും കുത്തും കൊലയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ MDMA കാരനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ആക്കി. പിന്നെ അവിടെ നിങ്ങൾ വാഹനത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് കളയണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് പോവുക. അത് നല്ലൊരു മര്യാദയും കൂടിയാണ്. നിങ്ങൾക്ക് റോഡിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മര്യാദയാണ്. കാരണം നമ്മുടെ MLA അപ്പോഴേ നമ്മൾ എന്നും ഇവിടെ എന്ത് പരിപാടി തുടങ്ങുകയാണെങ്കിലും നെല്ലിപ്പുഴയിൽ നിന്നാണ് ആരംഭിക്കുക. അപ്പോൾ ഇന്നത്തെ യാത്ര നെല്ലിപ്പുഴയിൽ നിന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു അനൗൺസ്മെന്റ് ആട്ടോ, അതായത് അറ്റൻഷനാണ്. നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ അറ്റൻഷനായിട്ട്, അതായത് ജനഗണമന ചൊല്ലുമ്പോഴുള്ള അറ്റൻഷൻ അല്ല. ഒരു വാഹനം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട, റോഡിലൂടെ പോകുമ്പോൾ വളവുകളിൽ വാഹനം വരും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. അതേപോലെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റേ വാഹനത്തിൻ്റെ, ആ ഓവർടേക്ക് ചെയ്യുന്ന വാഹനത്തിൻ്റെ വേഗതയും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വാഹനം ഓവർടേക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകക്കണ്ണ്, ഉൾക്കണ്ണിനുള്ള കാഴ്ച, അതായത് നമ്മൾ അപകടം വരും എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ റോഡിലേക്ക് വാഹനം കൊണ്ട് ഇറങ്ങുക. പിന്നെ ഒന്നാമത്തത് ക്ഷമയോടുകൂടി ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആശുപത്രിപ്പടിയാണ്, ആശുപത്രിപ്പടിയിൽ നിന്ന് തിരക്ക് കമ്മിയാണ് കേട്ടോ. ഏകദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെയാണോ മറ്റന്നാളാണോ പെരുന്നാളെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് നല്ല തിരക്കായിരിക്കും. ഇപ്പോഴൊക്കെ ഇന്നും കൂടി നോമ്പുണ്ട്. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ 29ാമത്തെ ദിവസമാണ് നോമ്പിൻ്റെ. അപ്പോൾ നാളെ ആയിരിക്കും, നാളെയും കൂടി ഉണ്ടായിട്ട് ചിലപ്പോൾ ചൊവ്വാഴ്ച ആവാനാ ചാൻസ്, എന്താണെന്നറിയില്ല. അപ്പോൾ റോഡിലൂടെ ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യും. ഒന്നാമത് നമുക്ക് റോഡിൽ ക്രോസ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം എവിടെയെന്ന് അറിയാം, സീബ്ര ലൈൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. അത് അപകടത്തിലേക്കാണ് ശരിക്ക് ചെന്ന് എത്തിപ്പെടുക. പിന്നെ നമ്മുടെ നഗരത്തിൽ ഒരുപാട് വേസ്റ്റ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ ജൈവ മാലിന്യം, അതേപോലെ ഈ പിന്നെ വേസ്റ്റ് ബോക്സ് തന്നെ, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വേസ്റ്റുകളൊക്കെ അതിലിടുക. നഗരത്തിൽ ചില സ്ഥലത്തൊക്കെ കാണാണ് അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും ഈ പിന്നെ കടലാസും ഈ ടിഷ്യൂ പേപ്പറും അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ മര്യാദക്കാരനാവുക. നമ്മൾ പുറത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ നിയമം പാലിക്കണ്ടല്ലോ. ഇവിടെ കേരളത്തിൽ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ശരിക്കും പറഞ്ഞ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു പിന്നെ നാടാണ്. അതായത് സ്വന്തമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞപ്പോൾ കേരളത്തിലുള്ളവരൊക്കെ ജീവിക്കുന്നത് അനാഥ മന്ദിരത്തിൽ ജീവിക്കണ പോലെയാണ്. കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ എത്രങ്ങാനും കൊലപാതകങ്ങൾ നടന്നു ഈ MDMA കാരണം. കഞ്ചാവ് അടിച്ചിട്ടല്ല കേട്ടോ, ഞാൻ
കഞ്ചാവിനെ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും MDMA താഴ്ത്തുമല്ല, രണ്ടും അപകടം തന്നെയാണ്. പക്ഷേ കൂടുതൽ രാസലഹരികൾ ഉപയോഗിച്ചിട്ടാണ് ഈ പിന്നെ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഒന്നാമത്തെ എന്താ പറയുക, ഇപ്പോൾ ഒരാളിട്ട് നമ്മൾ മിണ്ടാൻ പോകാൻ പറ്റില്ല. നമ്മൾ റോഡിലൂടെ ഇപ്പോൾ നമ്മൾ അലക്ഷ്യമായിട്ട് ചിലർ ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങനെ വാഹനം ഓടിച്ച് പോകണം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും എൻ്റെ പണി നോക്കണോ എന്ന് പറയും. അപ്പം നമ്മൾ അഞ്ഞിപ്പോൾ അവർ പോയി അപകടത്തിൽപ്പെട്ടാലും നമുക്ക് കുഴപ്പമില്ല. ഞാനെന്തായാലും പറയാൻ പോകില്ല ഇനി. കാരണം എന്തിനപ്പോൾ അവരെ വായിലുള്ളത് നമ്മൾ കേൾക്കണേ? അതിൻ്റെ ആവശ്യം എന്താണ്? അവർ ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ പോയി മരിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അവർ പോയി മരിക്കുക തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ മരിച്ചിട്ട് വേണം മറ്റൊരാൾക്ക് അവിടെ കയറാൻ. അതാണ് ഇതിൽ ഏറ്റവും മഹത്തായ വലിയൊരു കാര്യം. അതായത് ഒന്ന് ചത്താലേ മറ്റൊന്നിന് വളാകൂ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ പിന്നെ ഇവിടെ സിഗ്നൽ സംവിധാനം വന്നിട്ടും പ്രയോജനമില്ലാതാണ് എൻ്റെ അഭിപ്രായം. റോഡിൽ ആൾക്കാരൊക്കെ തോന്നിയ മാതിരിയാണ്. ആൾക്കാരും ബൈക്കേരും അതേപോലെ കാറുകാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കുന്നതോറും നമ്മൾ കൂടുതൽ പിന്നെ ഒറ്റപ്പെടുക. കാരണം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെല്ലാം നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം കോടതിപ്പടി എത്താനായിട്ടോ. ഇവിടെ വലിയൊരു വസ്ത്രവ്യാപാരം ഉണ്ട്, നമ്മുടെ സാമിയ സിൽക്സ്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ നല്ല തിരക്കായിരുന്നു, മിഞ്ഞാന്നൊക്കെ നല്ല തിരക്കായിരുന്നു, നല്ല ഓട്ടം ഉണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. രാത്രി 10 മണിക്കും 11 മണിക്കും കൂടി ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണ ചിലവാക്കിയിട്ട് വെറുതെ പ്രയോജനമില്ലല്ലോ. പിന്നെ ഈ സമയത്തൊക്കെ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോലമ്പിൻ്റെ വൈകുന്നേരം അത് കഴിഞ്ഞാൽ നല്ല തിരക്കാവും. ആ തിരക്കിലൊന്നും വരാതിരിക്കാൻ നല്ലത്. ഇവിടെ സ്ഥിരമായിട്ട് ട്രാഫിക്കിൻ്റെ പോലീസുകാരുണ്ടാവും. അതായത് അവർ ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നത് ഇങ്ങനെ നോക്കുകയാണ്. എത്ര നോക്കിയിട്ടും ഒരു പ്രയോജനമില്ല. നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ പോലെ തോന്നുക, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന പോലെ തോന്നുക കേട്ടോ. ഇപ്പം മ്യാൻമാറിൽ ഭൂമികളൊക്കെ ഉണ്ടായി. അവിടെ ഏകദേശം 1400-1500ഓളം ആളുകൾ മരിച്ചു എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ മനസ്സിലാക്കണം, കേരളത്തിൽ ഇന്നേവരെ ഒരു ഭൂമികൾക്കും വന്നിട്ടില്ലല്ലോ. കേരളത്തിൽ ശരിക്കും ഭൂമികൾക്കും വരേണ്ടത്. കാരണം അഹങ്കാരികളാണ് ഈ ഞാനടക്കട്ടോ. അപ്പോൾ ഭൂമികൾക്കും വന്നിട്ട് ഒന്ന് കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, താമസിയാതെ അത് ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ബ്ലോക്കാണ് ഇപ്പോൾ. അങ്ങനെ എഴഞ്ഞ് പോകാൻ നോക്കാം. അവര് ഈ ആംബുലൻസിന്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങൾ അറ്റൻഷനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കണം. ചില ആൾക്കാരുണ്ട്, ചില ഡ്രൈവർമാര് ആ ആംബുലൻസിന്റെ പിന്നാലെ പിടിപ്പിച്ചു വിടുന്നു. അത് ശരിക്കും നിങ്ങൾ എന്താ അറിയോ, അവരൊരു രോഗീനെ, അത്യാവശ്യ നിലയിൽ കിടക്കുന്ന രോഗീനെ കൊണ്ടുപോകാൻ പോവുക. അപ്പം നിങ്ങളായിരിക്കരുത് ആ രോഗി. അതായത് പുറകിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയെന്നും തലേന്നൊക്കെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിത്തിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ സീറ്റിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അത് ആംബുലൻസിനേക്കാൾ സ്പീഡ് ഒരു വാഹനത്തിന് പാടില്ല. അത് എമർജൻസി വെഹിക്കിളാണ്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പോവുക. അപ്പം നമ്മുടെ സൂര്യൻ പടിഞ്ഞാറോട്ട് താഴാൻ പോവുകയാണ്. നാളെ എന്നാണ് കൊടുങ്ങല്ലൂർ ഭരണി തോന്നുന്നു. ഒരു സുഹൃത്ത് കൊടുങ്ങല്ലൂരത്തെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ മൂപ്പര് പറയാണ്, ഇതൊന്ന് വീഡിയോ ചെയ്യുമോ കൊടുങ്ങല്ലൂരത്തെ? അത് ഫുള്ള് കൊടുങ്ങല്ലൂരത്ത് പോയപ്പോൾ എന്താവും നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം, എന്താണ് ഉണ്ടാവുകയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അതൊന്നും എന്തായാലും ഇടാൻ പറ്റില്ല. അങ്ങനെ ഓരോരോ ആൾക്കാരുണ്ട്. അത് ശരിക്കും മൂപ്പര് തമാശക്ക് വെച്ച് തന്നാട്ടോ. അപ്പോൾ
എന്തായാലും നല്ലവരായ സുഹൃത്തുക്കൾ, ഞാനിപ്പോൾ ഒരു ഇത് തുടങ്ങി ഈ ചാനലിൻ്റെ പേരിൽ നല്ലവരായ സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ലേ, എന്നോട് വേറെ ഒരു സുഹൃത്ത് പറയുകയാണേ, അണക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ എന്താ സംഭവം, അല്ല ഈ വീഡിയോയിൽ ആ സുഹൃത്തുക്കളെ നമസ്കാരം, ആ സുഹൃത്തുക്കളെ ഞാൻ അവിടെയാണ്, സുഹൃത്തുക്കളെ ഞാൻ ഇവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ അണക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. ഞാൻ കുറേ ചിരിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് സുഹൃത്തുക്കളാണ്, അല്ലാതെ അപ്പം അതിൽ പ്രത്യേകം ഓരോ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയല്ല കേട്ടോ പറഞ്ഞു. എന്തായാലും അവൾ പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. ചിരിച്ച് കുടുങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വന്തം കുന്തിപ്പുഴയിൽ എത്തിട്ടോ. ശരിക്കും പെരുന്നാളിൻ്റെ ഒരു തിരക്ക് ഇപ്പോഴല്ല, വൈകുന്നേരത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ വന്നും പോയും കൊണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ എൻ്റർടൈൻമെൻറ്റിന് വരുന്നുണ്ട്, കുറേ ആൾക്കാർ സംസാരിക്കാൻ, ചില ആൾക്കാർ കാണാനായിട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് പ്രണയിക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട്, പിന്നെ തെറ്റിപ്പിരിഞ്ഞവർ കാണുന്നുണ്ട്. അങ്ങനെ പല കാഴ്ചകളും നമ്മുടെ നഗരത്തിൽ ഉണ്ട്. ഇപ്പോൾ ഞാനതൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ഞാൻ ആരെയും ഒരാളെ എടുത്ത് കുറ്റം പറയേണ്ട ആവശ്യം എനിക്കില്ല. അതൊക്കെ അവരുടെ ആവശ്യമാണ്. മറ്റേ ജഗതി സോമനോട് പറയില്ലേ, അവരുടെ ആവശ്യം അതായിരുന്നു, മറ്റേ ഏതോ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തല ഉണ്ടാക്കണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ 1000 പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ആവശ്യമില്ലാത്തത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് കല്യാണം കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതെന്താണാവോലെ ഈ ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് പെണ്ണിനെ കിട്ടാല്ല. എന്താണ് സംഭവം എന്നുള്ളത് എനിക്കും മനസ്സിലായി. അത് പിന്നെ എന്താണെന്നുള്ളത് പച്ചയ്ക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്കൊരു ഇവിടെയൊക്കെ നമ്മുടെ ഈ കുഞ്ഞിപ്പുഴയിലൊക്കെ ഏത് തണൽ മരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാവും കാണാൻ. ഇവിടെ അമ്മയെ കുളമില്ല, അവിടെ എന്ത് രസമാണ് കാണാൻ അറിയാം. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ സർക്കാർ, അതായത് കേരള ബീവറേജ് കോർപ്പറേഷന് 98 കോടി രൂപയാണ് ഈ ഒറ്റ മാസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെ അറിയോ? ഈ മാസത്തിൻ്റെ ഇടയ്ക്കാണല്ലോ, കഴിഞ്ഞ മാസമാണല്ലോ അപ്പോൾ ഈ വെട്ടും കുത്തും കൊലയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ MDMA കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ആക്കി എല്ലാവരും, അതായത് എല്ലാ പിന്നെ സംഘടനകളും ഇത് ഭയങ്കര പ്രശ്നമാണ്. ശരി തന്നെയാണ്, ഭയങ്കര പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ MDMA കിട്ടാത്തവർ പിന്നെ MDMA കിട്ടാത്തവർ മദ്യത്തിലേക്ക് കടന്നു. കാരണം അത് ഭയങ്കര സ്ട്രോങ് ആത്ര ഈ MDMA എന്ന സാധനം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഈ പണ്ടാരൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടേ ഇപ്പോൾ ഈ കൂടുതൽ ആൾക്കാർ മദ്യത്തിലേക്കാണ് പോണത്. അപ്പോൾ ഈ MDMA വാങ്ങാൻ മിനിമം ഏകദേശം ഒരു 10,000-20,000 റുപ്യൊക്കെ വേണത്രേ. അങ്ങനെ ഈ ന്യൂസുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഈ 10,000 റുപ്യക്കുള്ള മദ്യം ഇവർ ഒറ്റയടിക്കാണ്ട് വാങ്ങുകയാണ്. അതായത് 2,000-3,000-ൻ്റെയൊക്കെ മദ്യം ഒറ്റയടിക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ സർക്കാരിന് മെച്ചം തന്നെ അല്ലേ. അപ്പോൾ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് ജോലി പ്രശ്നം തന്നെയാണ്. നമ്മുടെ സാധാരണ കേരളത്തിൽ എത്ര വിദ്യാർത്ഥികൾ പഠിപ്പ് കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരുന്നിട്ട് പാവങ്ങൾ പിന്നെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ട് അറിയാം. അപ്പോൾ ഇവർക്കൊക്കെ ജോലി സാധ്യതയായിട്ട് സർക്കാർ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നു. നിങ്ങൾക്ക് ജോലിയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട്. അപ്പോൾ ജോലി സാധ്യത എന്താണെന്നുള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വഞ്ചിക്കപ്പെടുകയാണ് നമ്മുടെ കേരളത്തിൽ. ഞാൻ പറഞ്ഞ ശ്രീനിവാസൻ പറഞ്ഞ പോലെ
ഇവിടെ രക്ഷയില്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യം വിടാനാണ് പറഞ്ഞത്. അതായത് ഈ രാജ്യം വിട്ടുപോയാൽ കുറച്ചൊക്കെ സമാധാനത്തോടു കൂടി ജീവിക്കാം. നമ്മൾ എവിടെ പോയാലും മരിക്കേണ്ട ആൾ തന്നെയാണ്, നമുക്ക് ജീവിക്കാനാണ് പ്രയാസം. അത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ ഈ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ലോറിത്തെ ഡ്രൈവർമാരൊക്കെ അവർക്കൊക്കെ ഒരു പരിഗണന കൊടുക്കണം കേട്ടോ. ചില ആൾക്കാർ, ചില ഡ്രൈവർമാർ, അത് ആഡംബര വാഹനങ്ങളിൽ നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ. ഇതിനൊക്കെ പട്ടിയുടെ വില പോലും ഈ നമ്മുടെ ഈ ലോറി ഡ്രൈവർമാർക്ക് കൊടുക്കലില്ല. കാരണം എന്തോ പോലെ ഇവര് എന്തോ ഒരു പിന്നെ ഞാൻ പറയേണ്ടത്, കാരണം ഞാൻ കുറേ വട്ടം ഇങ്ങനെ കണ്ടു ലോറി ഡ്രൈവർമാർക്ക് ഒരു ഔദാര്യം കൊടുക്കണ പോലെ എൻ്റെ റോഡാന്നുള്ള രീതിയിൽ അവരെ കയറ്റത്തിൽ നിന്ന് ചവിട്ടി നിർത്തുക, അതേപോലെ സൈഡ് കൊടുക്കാതെ നിർത്തുക, അങ്ങനെ ഒരുപാട് വേണ്ടാത്ത രീതിയിൽ ഡ്രൈവിങ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ കേരളത്തിൽ മാത്രം പറഞ്ഞു വെച്ചാൽ കേരളത്തിൽ മാത്രമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ അവർക്കൊക്കെ ഒരു പരിഗണന കൊടുക്കുക. കാരണം അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ തുച്ഛമായ ശമ്പളമോ തുച്ഛമായ ഇതിനൊക്കെ അവർ മാസങ്ങളോളം വീട്ടിൽ നിന്ന് പോന്നിട്ട് മക്കളെയും കുട്ടികളെയും ഭാര്യേനെയും വീട്ടുകാരെയും ഒന്നും കാണാൻ പറ്റാതെ കോളിലൂടെ വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെ മാത്രം കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളൊക്കെ അവർക്കൊരു സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഈ മാസത്തിൽ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ മാസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിലാണ് നമുക്ക് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വേട്ട നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും കേരളത്തിൽ ഒരുപാട് ലഹരി വേട്ടകൾ നടന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാം. ഒരു ചെങ്ങായി ഒരു പെണ്ണിൻ്റെ നെഞ്ഞത്ത് കൈ വെച്ചിട്ടാണ് പോകുന്നത്. ഓൻ്റെയൊക്കെ ഒരു ഭാഗ്യം. അപ്പോൾ ഇതൊക്കെയാണ് അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണത്. അപ്പോൾ അവൻ്റെ സുഖത്തിലും അവളെ സുഖത്തിലുമാണ്. അപ്പോൾ ബാക്കിയുള്ളവർ കാണില്ല. കാണുന്നവർ കാണാത്തവർ മരിക്കുക. അല്ലാപ്പോൾ നമുക്കത് ഒന്നും പറയാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാക്കുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ